ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇപ്പോൾ ഉള്ളത് കടമക്കുടി തന്നെയാണ്. എൻ്റെ കൂടെ ഒരു പുതിയ ചേട്ടനുണ്ട്. ആ ചേട്ടനും കൂടെ ബോട്ട് സർവീസിങ് നടത്താൻ വേണ്ടിയാണ് ഈ കടമക്കുടിയിലൂടെയൊക്കെ കടമക്കുടിയിലോട്ട് പോകാമെന്ന് ഇദ്ദേഹം പറയും. ചേട്ടൻ എവിടെയൊക്കെയാണ് സർവീസ് നടത്തുന്നത്? പള്ളിക്കടവ്, ആറാട്ടാട് പാലം, ചാത്തനാട്, കടമക്കുടി, ചെറിയ കടമക്കുടി, കണ്ടൽക്കാട് ഇറക്കി അതേ സ്പോട്ടിൽ കൊണ്ട് ഇറക്കും. എവിടെ ഇറങ്ങണമെന്ന് വെച്ചാൽ അവിടെ ഇറക്കിക്കൊടുക്കും. ചാർജൊക്കെ എത്ര വേണം ഒരാൾക്ക്? നമുക്ക് കടമക്കുടി പള്ളിക്കടയിൽ നിന്ന് കടമക്കുടിക്ക് ഇറങ്ങി വരുമ്പോൾ 200 രൂപ. അവർ എത്ര സമയമാണ്? അത് 1.5 മണിക്കൂർ അടുത്തു. 1.5 മണിക്കൂറാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചേട്ടനോടൊപ്പം ഈ കറങ്ങി വരികയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ. ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരാം കേട്ടോ. കടമക്കുടി ജംഗ്ഷനിലാണ് ഉള്ളത്. അവിടെ നിന്ന് ഏത് ഭാഗത്തേക്കാണ് ഈ സ്ഥലങ്ങളിൽ പോകുന്നതെന്ന് നമുക്ക് ഇദ്ദേഹം പറഞ്ഞു തരും. ചേട്ടാ, ആ ഭാഗം ഏതാണ്? അത് നമ്മുടെ കോട്ടുപള്ളിപ്പുഴയിലോട്ട് കയറുന്ന ഭാഗം. കോട്ടുപള്ളി. പിന്നെ ഈ ഭാഗമൊക്കെ ഈ ഭാഗം ചെറിയ കടമക്കുടിയിലേക്ക് പോകാനായിട്ട്. ചെറിയ കടമക്കുടി പുതുശ്ശേരി പാലം വഴി പെടലൊക്കെ ചെയ്ത് നേവി പാലം, ചെറിയ കടമക്കുടി, അങ്ങനെ ചുറ്റി ഇങ്ങോട്ട് വരും. സർവീസ് എത്ര മണിക്കൂറാണ് ചേട്ടാ? 6 മണിക്ക് തുടങ്ങി 6:30 വരെ. 6:30 വരെ അല്ലേ? ഈ കൂടുതൽ സുന്ദരമായിരിക്കുന്ന സമയം പറയാൻ പറ്റും? എല്ലാ സമയവും സുന്ദരമായിരിക്കും. ഞാൻ ബോട്ട് സർവീസ് ചെയ്യാൻ പോകണേ, ഞങ്ങൾക്ക് പോവാം. അപ്പോൾ ഞാനും കയറി ഇങ്ങനെ പോവാം. അടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ തിരിക്കയുടെ എന്തായാലും ഈ ബോട്ട് യാത്ര നല്ല അടിപൊളിയാണ്, നല്ല വൈബാണ്. കടമക്കുടിയിൽ നിന്നുള്ള യാത്ര പറഞ്ഞാലും തിരികെ അത്ര വൈബാണ് കേട്ടോ. ഞാനൊന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അതിശയം എന്ന് പറയട്ടെ, ഇങ്ങനൊരു ബോട്ട് കണ്ടു. അങ്ങനെ തന്നെ കടമക്കുടിയിൽ വന്നാണ് ഞാൻ. അപ്പോൾ തന്നെ ഇതിൽ യാത്ര ചെയ്യാമെന്ന്. ഞാനിവിടെ ഇരിക്കാൻ കേട്ടോ. വണ്ടി പുള്ളിയാണ് കൺട്രോൾ ചെയ്യണത്. കടമക്കുടി വരുമ്പോൾ ഒരു ബോട്ട് യാത്ര എന്തായാലും നിങ്ങൾ ചെയ്യണം. അതിപ്പോൾ അറിയിക്കാൻ പറ്റുന്ന ഒരു അനുഭവം തന്നെയാണ്. എന്നാലും കൂടുതലും പ്രകൃതി ഭംഗിയൊക്കെ ഇവിടുത്തെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ.
ചാത്തനാട് പാലം കാണാം. ഞങ്ങൾ ദൂരെ ഇവിടെ ക്യാമറ ഒക്കെ വെച്ചാണ് കാണാം കേട്ടോ. കെട്ടിനടുത്ത് കുറെ ക്യാമറകൾ ഇങ്ങനെ സ്ഥാപിച്ചേക്കണ കാണാം. എന്തിനാണെന്ന് എനിക്കറിയില്ല. അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു വേറൊരു വൈബാണ്. ഇവിടെ മൊത്തം തെളിഞ്ഞൊരു പ്രകൃതി, ഇങ്ങനെ വെട്ടി പുല്ല് ഇതൊന്നും ഇല്ലാതെ നല്ല ക്ലീനായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ല സീറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ നമുക്ക് കാഴ്ച കാണാം കേട്ടോ. ഒന്നും മിസ്സായി പോവില്ല. നല്ല രീതിയിലൊക്കെ കാഴ്ച കാണാൻ പറ്റും. ഫ്രണ്ടിലിരുന്ന് 2 കപ്പിൾസിന് വേണ്ടി ഇരുന്ന് നല്ല ആസ്വദിച്ച് കാഴ്ച കാണണമെങ്കിൽ അങ്ങനെയും പറ്റും. ഇപ്പം ഞാനുള്ളത് കടമക്കുടി ഭാഗത്താണ്. അവിടെ നിന്നും ഇപ്പോൾ കോട്ടുപള്ളി ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ വഞ്ചിക്ക് മീൻ പിടിക്കാൻ വന്ന ആളെ കാണാം. ഇവിടെ കെട്ടിങ്ങനെ തിരിച്ചിടണേ. ഇതെന്ത് കെട്ടാണ്? ചെമ്മീൻ കെട്ടാണോ? മീൻ കെട്ടാണത്. എന്ത് മത്സ്യമാണെന്ന് അറിഞ്ഞൂടാ. ഒരു ജലമത്സ്യകൃഷി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി എന്നൊക്കെ എഴുതി വെച്ചാൽ കാണാം. മത്സ്യകൃഷിയാണ്. ഇവിടെ മൂടിയിരിക്കുന്നത് കാണാം. ഇനി ധാരാളം കെട്ടുകൾ ഇവിടെ കാണാം കേട്ടോ. കടമക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ ചാത്തനാട് പാലം ക്ലിയർ ആയിട്ട് കാണാം. ഈ വണ്ടിയുടെ ഒച്ചുകൊണ്ട് ഞാൻ പറയണ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ചാത്തനാട് പാലം ക്ലിയർ ആയിട്ട് കാണാം. രാവിലെയൊക്കെ വന്ന് എനിക്ക് സൺറൈസ് കാണാം. ഈവനിങ് വന്ന് എനിക്ക് സെറ്റ് കാണാം. ഉച്ചക്ക് വന്ന് ഞങ്ങൾ തെളിഞ്ഞ അന്തരീക്ഷത്തിലുള്ള പച്ചപ്പും ആകാശത്തിൻ്റെ ആ മനോഹരമായ കാഴ്ചയും എല്ലാം കാണാം. അപ്പോൾ ഏത് വൈബിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് താല്പര്യമുള്ള വൈബിൽ വരിക, സമയങ്ങളിൽ വരിക. പക്ഷികളെയൊക്കെ കൂടുതൽ കാണാറുണ്ട് ഇവിടെ. കൊക്ക്, പിന്നെ നീർക്കാക്ക, പലതരം പക്ഷികളിവിടെ കാണാം. കോട്ടുള്ളി പുഴ എത്തിയിരിക്കുകയാണ്. ഒരു റിസോർട്ടാണ് കാണുന്നത് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിയൊക്കെ വരുന്നത്. ഒരു റിസോർട്ട് കാണാം. റിസോർട്ട് ഇപ്പോൾ കാണാം. ഇവിടെ ജാക്കറ്റ്, ഇവിടെ സേഫ്റ്റി ആയിട്ട് പോകാനുള്ള ജാക്കറ്റും എല്ലാം ഉണ്ട്. അതിമനോഹരമാണ് കാഴ്ച. ഇപ്പം അമ്മയും പുഴയിലോട്ടാണ് കിടന്നിരിക്കുന്നത്. പെരിയാറിൻ്റെ കൈവരികളിലേക്ക് ഒഴുകുന്ന
ചെറുതായിട്ട് പിന്നെയൊക്കെ പോവാം. ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ആ ഓക്കെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറാട്ടുകടവ് പാലം, കോട്ടുള്ളി മരം. ഇത് ഇപ്പോൾ പോണത് ചാത്തനാട്. ആ ഇപ്പം ഞങ്ങൾ പോണത് ചാത്തനാട് പാലത്തോട്ടാണ് കേട്ടോ. നേരത്തെ നമ്മൾ റൂട്ട് അങ്ങോട്ടായിരുന്നു, ഇപ്പം നമ്മൾ ചാത്തനാട് പാലത്തോട്ട് പോയാണ്. റൂട്ട് മാറ്റി. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ആവുന്നുണ്ടെങ്കിൽ ബോറൊക്കെ അടിക്കുകയുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ തുടക്കമോടെ വ്ളോഗൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. കാഴ്ചകളൊക്കെ നമ്മ ചാത്തനാട് പാലത്തോട്ട് പോവുകയാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അറിയിക്കണേ. നമുക്ക് ഏഴിക്കര പുഴ കാണാൻ പറ്റുന്ന അറിയണ്ട. അത് അങ്ങനെ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഏഴിക്കര പുഴയാണ്. ഏഴിക്കരയോട്ട് പോയാണ്. ലെഫ്റ്റ് അങ്ങോട്ട് ചാത്തനാടാണ്. ചാത്തനാട് പാലം, കടമക്കുടി പാലം, പാലം. ഇതാണ് ഏഴിക്കര. ഏഴിക്കരയോട്ട് പോണ പുഴയാണ്. ഈ ചാത്തനാട് വന്ന വീഡിയോ ഞാൻ ഇടണ്ടായ കേട്ടോ. ഇതിവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ പോണ കാണാം, ബൈക്കൊക്കെ പോണ കാണാം കേട്ടോ. കടമക്കുടി ചാത്തനാട് പാലമാണിത്. ഈ ഭാഗമാണ് കടമക്കുടി. റൈറ്റ് സൈഡ് കാണുന്നതാണ് ചാത്തനാട് ഭാഗം. അപ്പോൾ ഇപ്പോൾ എളുപ്പത്തിൽ കടമക്കുടിയിലോട്ടും വരാനും ചാത്തനാടിലോട്ട് പോകാനും ഈ പാലം വഴി പറ്റും. നേരത്തെ കടത്ത് സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടത്തിനെ കാത്തു നിന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ കിടക്കാൻ. അപ്പോൾ അതൊരു എല്ലാവർക്കും ഒരു എന്താ അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചെറായി, പെരുമ്പടന്ന് അങ്ങനെ ഭാഗത്തു നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ ആശ്രമടി സിറ്റി അങ്ങനെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതിന് ഇത് എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ കുറച്ച് വികസനങ്ങൾ വരാനുണ്ട്. ചെറുവഞ്ചിയിൽ പോകുന്ന ആളുകൾ കാണാം, മീൻ പിടിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇവിടെ പുഴയോട് ചേർന്ന് കുറച്ച് ചെറിയ ചെറിയ വീടുകളും ഇങ്ങനെ മരങ്ങളും ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഇവിടെ വരുമ്പോൾ. കാഴ്ചകളൊക്കെ, ചീനവലകളൊക്കെ ഒരെണ്ണമാണോ ഇത് പാലത്തിനോട് ചേർന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഔദ്യോഗികമായിട്ട് ഇവിടുത്തെ പാലത്തിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എല്ലാ വണ്ടിയും കടത്തി പോകാൻ പറ്റില്ല. ചെറിയ ചെറിയ വാഹനങ്ങൾക്കാണ് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ കടമ്പക്കുടിയിൽ നിന്ന് ബസ് പോകുന്നത് ഞാൻ ഇവിടുന്ന് കണ്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റിയാന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ഈ ഭാഗം കടമ്പക്കുടിയാണ്. കെട്ടാണല്ലോ ഇവിടെ. കെട്ടായതുകൊണ്ട് അവിടുത്തെ കെട്ടിയിൽ കൃഷി ചെയ്യാനും മീൻ പിടിക്കാൻ ചൂണ്ടായിട്ട് വന്നേക്കണവരെ കാണാട്ടെ ഇവിടെ. ഇവിടെ ഇവിടുത്തെ മത്സ്യങ്ങളൊക്കെ പോകുന്നത് ചെട്ടിഭാഗം മാർക്കറ്റിലോട്ടാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന മീനൊക്കെ ചെട്ടിഭാഗം മാർക്കറ്റിൽ ചെന്നിട്ട് ലേലം വിളിക്കുന്നു. അവിടെ നിന്ന് ചെറുകിട കസ്റ്റമർ അവിടെ ലേലത്തിന് കൊടുക്കുന്നു. അവിടെ നിന്ന് കച്ചവടക്കാർ തന്നെ ലേലത്തിൽ വിളിക്കുന്നവരുണ്ട്. പിന്നെ നമുക്കുള്ള സാധാരണക്കാർക്ക് അവിടെ നിന്ന് ലേലം ചെയ്ത് മത്സ്യം വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ
ഇവിടെ കൂടുതൽ ആളുകളും ജീവിക്കുന്നത് മത്സ്യബന്ധനമായിരിക്കും. പിന്നെ ഇപ്പോൾ ടൂറിസ്റ്റ് വികസിച്ചു എന്നുണ്ട്. ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ കടമക്കുടി. ഈവനിങ് ആയാലും ഒഴിവ് സമയങ്ങളായാലും ആളുകളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവർക്ക് പറ്റിയൊരു ബോട്ടിംഗ് സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ അവിടെ വരുന്നവർ എന്തായാലും ഈ ടൂറിസ്റ്റ് ബോട്ടിലൊന്ന് കയറുക. അപ്പോൾ ഇവിടുത്തെ കടമക്കുടിയിലെ മൊത്തം കടമക്കുടി പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളും ചുറ്റി വരാം. ഒരു ബോട്ട് യാത്ര അത് മിസ് ചെയ്യേണ്ട. അപ്പോൾ അവിടുത്തെ വീടുകളും ഇവിടുത്തെ ജീവിത രീതികളും എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. സാധാരണക്കാരുടെ ഒരു ജീവിതം അതാണ് ഇവിടെ കാണുന്നത്. മത്സ്യകൃഷി, നെൽകൃഷി, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കൃഷി രീതികൾ. ചെറിയ ദ്വീപ്. പണ്ടാണെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ വരിക എന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വരാപ്പുഴ പാലം വന്നു, വികസിച്ചു. പെടല പാലം വന്നു, പിന്നെ ഇപ്പോൾ ചാത്തനാട് കടമക്കുടി പാലം വന്നു. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ് ഇത്. അവിടെ തന്നെ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും പറയാം, ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. 2 സ്കൂളും കൂടി ചേർന്നാണ് PHSC. അങ്ങനെ ഇത് ചർച്ചാണ്. ഇവിടുത്തെ ചർച്ചിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടമക്കുടി വടക്കേറ്റമല്ലേ? വടക്കേറ്റത്തെ ഒരു ചാപ്പലാണ്. അവസാനത്തെ ഒരു പള്ളിയാണ് ഇത് കടമക്കുടിയിലെ വടക്കേറ്റത്തുള്ള പള്ളിയുടെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് പിന്നെ പറയാം. ചെമ്മീൻ ഉണക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഒരു കണ്ടൽക്കാട്, വലിയ കണ്ടൽക്കാടല്ലേ മരം. അടിപൊളിയല്ലേ? ഇതാണല്ലേ സൂപ്പറല്ലേ? ഇപ്പൊ പായലിവിടെ അടഞ്ഞൊക്കെയാണ്, അതുകൊണ്ട് വെടിപ്പാക്കി അതോടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. വേണ്ട ഇവിടെ ആളുകൾ ചെറിയ പണിയാണ് കണ്ടോ, ചെറിയുടെ പണി. പായലാണ്. നിറച്ചും പായലട്ടാ, പണിയാണ്, കുഴപ്പമില്ല. ഇത് പായലിൽ പെട്ട് നമ്മ ഇപ്പൊ അതിനെ വെട്ടിച്ച് കിടന്നളയാണ്. നിറച്ചും പായലാണ്. ഇത് കണ്ട എന്തോരം പായലാന്ന് നോക്കിയേ. ആ പുല്ല് ആ ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. പായല് ഈ സമയങ്ങളിലാണ് ഇവിടെ പായല് കൂടുതലായിരിക്കും. കളയുണ്ടാകും, എന്നാലും വണ്ടി പോകുള്ളൂ.
കുറേ ഇങ്ങനെ ഈ പാലിടപ്പെട്ട് ആ നമ്മൾ പോകുന്നത് പുതുശ്ശേരി പാലത്തോട്ടാണ്. നമ്മ വണ്ടി സ്റ്റാർട്ടാക്കി വളച്ചെടുക്കണം. ഇപ്പൊ ചെമ്മീൻ കെട്ട് പുറം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു പുഴ പോകുന്നുണ്ട്. ഇവിടെ താറാവ് വളർത്തണ കേട്ടോ. താറാവ് വളർത്ത് കടമക്കുടി താറാവ് ആണ്. കടമക്കുടി താറാവ് ഇവിടെയാണ് താറാവിനെ വളർത്തുന്നത്. ഇപ്പം ഈ ഭാഗം കടമക്കുടിയാണ് കേട്ടോ. ഈ ഭാഗം കടമക്കുടിയിൽ താറാവ് കൃഷി കാണാത്തൊരു ഇതേ കണ്ടോ. ഇതാണ് ഇവിടുത്തെ താറാവ് കൃഷി. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് തുണ്ടത്തിൻകടവാണ്. തുണ്ടത്തിൻകടവ് ഭാഗം ഒരു കൊക്കാണ്ടോ, കൊക്ക്. അങ്ങനെ പുതുശ്ശേരി പാലം, ഇതാണ് പുതുശ്ശേരി പാലം. അവിടെ എത്താറായി. പുതുശ്ശേരി പാലം. പക്ഷെ ഇതിൻ്റെ അടിയിൽ കൂടി നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റൂല. ഇപ്പോൾ ആളുകളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി താന്നല്ലോ, വഞ്ചി താന്നിട്ടാണെങ്കിൽ അടിക്കടി പോകാമായിരുന്നെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ പാലം മനസ്സിലായില്ലേ. ചെട്ടി ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്ന് തുണ്ടത്തിൻകടവ് വഴി കടമക്കുടി പോകുന്ന പുതുശ്ശേരി പാലമാണ് ഈ കാണുന്നത്. റിസോർട്ടാണ് അത്. അതായത് വേറൊരു റിസോർട്ടാണ്. ഇതിൻ്റെ റിസോർട്ടാണ്. നമുക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ തിരികെയാണ്. തിരിച്ച് തിരിക്കണം. അപ്പം അങ്ങനെ റിവേഴ്സ് എടുത്തു. ദൗത്യം അങ്ങനെ ബോട്ട് തിരിച്ചു. ഇത് കള്ള് ചെത്തുന്ന തെങ്ങുകളാണ് കണ്ടോ. തെങ്ങിൻ്റെ അവിടെ ചവിട്ടണ കയറുന്ന സംഭവം കണ്ടോ. കള്ള് എത്തുന്ന തെങ്ങാണ് ഇത്. കുറേ പേരുണ്ടല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് എത്തുകയാണ് പഴയ സ്പോട്ടിലൂടെ. അങ്ങനെ നമ്മൾ തിരിച്ച് പഴയ സ്ഥലത്തെത്തിക്കുകയാണ്. ഞാനപ്പോൾ ഇറങ്ങട്ടെ. എന്ന് കണ്ടത് കോട്ടുള്ളിപ്പുഴ, ഏഴിക്കരപ്പുഴ, ചാത്തനാട് പുഴ, പുതുശ്ശേരി പാലം. അത്ര സമയം കൊണ്ട് ഇത്ര സമയത്ത് കണ്ട സ്ഥലം ഇത്രകളാണ്. ഇനി നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. അത് ഇരട്ടി സ്ഥലങ്ങൾ ഇനി ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഈ ചേട്ടന് പ്രത്യേക താങ്ക്സ് ഉണ്ട് എന്നെ ഈ വീഡിയോ ഒക്കെ കാണിച്ചു തന്ന്. അപ്പോൾ ഞാൻ താങ്ക്സ് പറയാണ്. ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.